ഖാലിദ് ഹുസൈനി എന്ന അഫ്ഗാൻ നോവലിസ്റ്റിന്റെ പ്രശസ്ത നോവലാണ് പട്ടം പറത്തുന്നവർ. യുദ്ധഭൂമിയിലെ ബാല്യത്തിന്റെ കഥ പറയുന്ന നോവലിനെ അനുസ്മരിപ്പിക്കുന്നതാണ് പലസ്തീനിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ. ഏതു നിമിഷവും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായേക്കാവുന്ന റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലെ കാഴ്ചയാണിത്. ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും പ്രതീക്ഷിച്ച് ആകാശത്തേക്ക് നോക്കുന്ന പലസ്തീനികൾക്ക് കുട്ടികൾ പറത്തുന്ന വർണ്ണപ്പട്ടങ്ങൾ ആശ്വാസമേകുന്നു. റഫ നഗരത്തിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന ടെന്റുകൾക്ക് പുറത്ത് പട്ടം പറത്തുന്ന കുട്ടികളുടെ ദൃശ്യങ്ങൾ ന്യൂസ് ഫോട്ടോഗ്രാഫർമാർ പകർത്തിയിരുന്നു. കൂടുതൽ ഉയരത്തിൽ പട്ടം പറത്തുവാൻ കൂട്ടുകാരോട് മത്സരിക്കുമ്പോൾ പട്ടിണി കൊണ്ട് തളർന്ന കുട്ടികളുടെ മുഖത്ത് പുഞ്ചിരി തെളിയുന്നു. മിസൈൽ ആക്രമണത്തിൽ തകർന്ന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പട്ടമുണ്ടാക്കാനുള്ള കടലാസും കോലുകളും നൂലുമൊക്കെ തപ്പുകയാണവർ. ഗാസയിലേക്കുള്ള കവാടങ്ങളെല്ലാം ഇസ്രായേൽ കൈയടക്കിയിരിക്കുന്നതിനാൽ പുറത്തുനിന്നും റഫയിലേക്ക് ഭക്ഷണം എത്തുന്നത് വിരളമാണ്. 15 ലക്ഷത്തോളം അഭയാർത്ഥികളാണ് റഫ നഗരത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയ ശേഷം ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നതാണിവർ. ഇതിൽ 40% കുട്ടികളാണ്. ഇവരിൽ പലർക്കും ആക്രമണത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടിരുന്നു. യുദ്ധത്തെ തുടർന്ന് പലസ്തീനിലെ കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാകുവാനുള്ള സാധ്യതയും അധികമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായ ഗാസയിൽ വളർത്തുപക്ഷികളുടെ വിൽപ്പന കൊഴുക്കുന്ന കുറിച്ചും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട ഗാസയിൽ യുദ്ധത്തിൽ നിന്ന് മനസ്സിന്റെ ശ്രദ്ധ തിരിക്കുവാൻ അഭയാർത്ഥികൾക്ക് ഇതൊക്കെയാണ് വഴി. ആഭ്യന്തര പ്രശ്നത്തിന്റെയോ യുദ്ധത്തിന്റെയോ ഗൗരവമറിയാതെ പട്ടം പറത്തുന്ന കുട്ടികൾ അതിജീവനത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ തന്നെയാണ് പലസ്തീനികൾക്ക് നൽകുന്നത്. ഈ അവസരത്തിൽ റഫയിലേക്ക് ഇസ്രായേലിന്റെ നേരിട്ടുള്ള ആക്രമണം ഉണ്ടായാൽ അത് വൻ ദുരന്തത്തിലായിരിക്കും കലാശിക്കുക. നിരപരാധികളുടെ ചോരയിൽ തങ്ങൾക്കും പങ്കുപറ്റേണ്ടി വരുമെന്ന ധാരണയുള്ളതുകൊണ്ടാണ് അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളും ഇസ്രായേലിനെ വെടിനിർത്തലിന് നിർബന്ധിക്കുന്നത്. എന്നാൽ ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരെ വിട്ടുകിട്ടാതെ സന്ധിയില്ലെന്ന നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേത്. എന്നാൽ ഈ ബന്ദികളാണ് ഇസ്രായേലിന് മേലുള്ള ഹമാസിന്റെ മേൽക്കൈ. ഹമാസിനെ ഉന്മൂലനം ചെയ്തിട്ട് ഗാസയിൽ നിന്ന് പിന്മാറൂ എന്ന് ശപഥം ചെയ്തിരിക്കുന്ന നെതന്യാഹു ബന്ദികളെ വിട്ടുകിട്ടുന്ന നിമിഷം ശക്തമായ ആക്രമണം അഴിച്ചുവിടുമെന്ന് ഹമാസ് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു പക്ഷം നശിക്കാതെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. ബന്ദികളെ വിട്ടുകൊടുക്കുവാൻ റമദാൻ മാസം ആരംഭിക്കുന്ന മാർച്ച് 10 വരെയാണ് ഇസ്രായേൽ ഹമാസിന് സമയം നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ അഭയാർത്ഥികളെ വിട്ടു നൽകിയില്ലെങ്കിൽ ഇസ്രായേൽ റഫയിലേക്ക് മിസൈൽ ആക്രമണം നടത്തും. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുക ഹമാസ് മാത്രമായിരിക്കില്ല, പലസ്തീനികളും ബന്ദികളായ ഇസ്രായേൽ പൗരന്മാരും കൂടിയായിരിക്കും.